ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വചനഭാഗം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്തിന്? ഇതാ, നിന്റെ ഭർത്താവിനെ അടക്കം ചെയ്തവർ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉവ്വ്, അത്രയ്ക്ക് തന്നെ അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എങ്ങനെ? നിന്റെ ഭർത്താവിനെ അടക്കം ചെയ്തവർ വാതുക്കൽ തന്നെ നിൽക്കുന്നുണ്ട്, അവർ നിന്നെയും കൊണ്ടുപോകും എന്നാണ് എഴുതിയേക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഏതൊരു വിശ്വാസിയും മനസ്സിലാക്കിക്കോണം. കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിന്നാൽ അതിനകത്ത് ഒരു പണിക്കുള്ള വകുപ്പ് സ്വാഭാവികമായിട്ടുണ്ട്. കർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരെണ്ണം കിട്ടിയാൽ ചിലപ്പോൾ അത് ഏൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യങ്ങളും വരാം. ഇവിടെ അങ്ങനെ എഴുതിയേക്കുന്നത്. ഇന്നിപ്പോൾ ഈ സഭകളിലൊക്കെ കാണുന്നത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുന്ന പണിയാണ് കാണുന്നത്. ഒരു കൂട്ടം ആത്മാക്കൾ ചേർന്ന്, ആൾക്കാർ ചേർന്നിട്ട്. ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കിക്കേ, ഒരു സംഘം ആളുകൾ അങ്ങോട്ട് നിന്ന് കട 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 കസ്യ കിട 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 കസ്യ എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തതല്ലെന്ന് അവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, സകലർക്കും അറിയാം, ഈ പറയുന്നവർക്കും അറിയാമെന്നേ. പ്രവചനം പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്, കേട്ടിട്ടില്ലേ? സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റിൻ്റെ സ്കൂള്. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് ഈ നാക്കേൽ അഭിഷേകം ഉള്ളത് കൊണ്ട് നീ അങ്ങ് വിളിച്ചു പറഞ്ഞ് തുടങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത്. നീ അങ്ങ് വിളിച്ചു പറഞ്ഞ് തുടങ്ങിയാൽ മതി, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, ഇപ്പോൾ ഇന്നടത്തുനിന്ന് ഇന്നത് വരുന്നു, ഇന്നത് വരുന്നു, ഇന്നത് വരുന്നു. ഇത് പറയുമ്പം അവർ തന്നെ പറയുന്നത് കുറേയൊക്കെ അങ്ങ് നടന്നോളും. പിന്നെ കുറേയൊക്കെ അങ്ങ് നടന്നില്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു പാർട്ടി പറഞ്ഞ പോലെ ഞങ്ങൾ ചിലതൊക്കെ പറയുമ്പോൾ എല്ലാം ഒന്നും നടക്കണമെന്നൊന്നുമില്ല, അത് ഞങ്ങളുടെ കയ്യിലെ കുഴപ്പമൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ പ്രസംഗകരും ഉണ്ടല്ലോ. പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ വിശ്വാസി ഇതൊന്നും കാണുന്നേ കേൾക്കുന്നേ ഇല്ല. കാരണം വിശ്വാസി ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരു മായിക ലോകത്ത് ഇതിൻ്റെ അടിമയായി കിടക്കുക. ഇത് എന്നാ പറഞ്ഞാലും വിശ്വാസിക്ക് ഒരു വിഷയമില്ലെന്നുള്ളതാണ്. ഈ പറയുന്നത് ബൈബിളിനകത്ത് ഉള്ളതാണോന്നോ, ബെറോവയ്ക്കാർ ശ്രേഷ്ഠരായിരുന്നെന്ന് പൗലോസാണ് പറഞ്ഞത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവർ വീട്ടിൽ ചെന്ന് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് നോക്കിയത് കൊണ്ട് അവർ ശ്രേഷ്ഠരാണെന്ന് അന്നത്തോട് പറഞ്ഞു. ഇന്നത്തെ ഈ പല ശുശ്രൂഷകന്മാരും പറയുന്നത്, ഞങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി കേട്ടോണം, അതാണ് കാര്യം. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞങ്ങൾ പലതും പറയും, അത് അതിനകത്ത് ചിലതൊക്കെ നടക്കാതെ വരുന്നത് ഞങ്ങളുടെ കയ്യിലെ കുഴപ്പമല്ല, പരിശുദ്ധാത്മാവിൻ്റെ കുഴപ്പമാണ്. ഇങ്ങനെയുള്ള മണ്ടന്മാർ പ്രസംഗിക്കുന്നിടത്തും കൂട്ടമായിട്ട് ആൾ പോയിരിക്കാനുണ്ട്. പിശാച് ചില അത്ഭുതങ്ങൾ അവിടെ ചെയ്യുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയി. ഏതൊക്കെയായാലും പരിശുദ്ധാത്മാവിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നത് അബദ്ധമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അതേപോലെ മീഡിയകൾക്കകത്തുകൂടെ കറക്റ്റായിട്ട് പൊതുജനത്തോട് പറയണമായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും എതിരെ പാപം ചെയ്തു, അതിന് പരിഹാരവും ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ പിന്നെ അടിച്ചു വിടുമ്പം അതിനർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഇത് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ കൂടിയേക്കുന്നതാണ്. ഇതിപ്പോൾ അനന്യാസിൻ്റെ സഫീറയുടെയും കാര്യമായി പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഇവിടുത്തെ സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഒത്തുചേരുന്നവരെല്ലാം കൂടെ ചേരുന്നത് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ പലയിടത്തും ചേരുക. എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് 5:9 പറയുന്നത്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും. എവിടെയാ? ഭർത്താവിനെ അടക്കിയെടുത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീക അർത്ഥം എന്താ? ഇപ്പോൾ നമ്മളതിനകത്ത് മനസ്സിലാക്കുന്നത് ഉടനെ തന്നെ അതിൻ്റെ 5:10 വായിച്ചേ. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണു മരിച്ചു. എന്ന് പറഞ്ഞാൽ വീണു മരിച്ചു, ഭർത്താവിനെ സംസ്കരിച്ചെടുത്ത് കൊണ്ട് സംസ്കരിച്ചു എന്നാ. എന്നാൽ ഇന്നത്തെ സഭകളിൽ ആത്മീകമായിട്ട് ഇത് സംഭവിക്കുന്നുള്ളൂ, അല്ലാതെ ശാരീരികമായിട്ട് ഇപ്പോൾ സംഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് അങ്ങനെ നിൽക്കേണ്ടതുപോലെ അന്നത്തെ പോലെ ഇങ്ങോട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ പറയണ്ട. അല്ലെ, അന്ന് പത്രോസ് പറഞ്ഞതുപോലെ പറയാൻ ശേഷിയുള്ള ദേവദാസന്മാരോട് നിൽക്കുകയായിരുന്നു, ഇന്ന് സഭയ്ക്കകത്ത് കൂട്ട അടക്ക് നടന്നതിന് 2-3 ദിവസം കൊണ്ടൊക്കെ സഭ തീർന്നു പോയതിന്. കാരണം കാണിക്കുന്നത് മുഴുവൻ വ്യാജമാണ്. ഇങ്ങനെ വ്യാജം കാണിക്കുമ്പോൾ അന്ന് അവിടെ നടന്നത് അന്ന് അക്ഷരികമായി നടന്നെങ്കിലും ഇന്ന് അങ്ങനെ അക്ഷരികമായി നടക്കുന്നില്ല, ഇത് ആത്മീകമായിട്ടാണ് നടക്കുന്നത്. ഈ വ്യാജം കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ ഒത്തുചേരുന്നത് കൊണ്ട്, ഈ വ്യാജം നടക്കുന്നത് കൊണ്ട് പുറത്തു പോകുന്നുള്ള സത്യമാണ്. പക്ഷേ ഇവർ ജീവനോടെ ഈ സഭയ്ക്കകത്ത് കാണുകയും ചെയ്യും. എന്നാ സംഭവിച്ചെന്നറിയണമെങ്കിൽ ഉൽപ്പത്തി 2:15, 16, 17 വായിച്ചേ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ സൂക്ഷിക്കുന്നതിനുമായി അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്,
തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായും നീ മരിക്കും. ദൈവം പറഞ്ഞു ഈ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കും. എന്നാൽ 3:6 ഇവർ തിന്നു. പക്ഷേ മരിച്ചോ എന്ന് ചോദിച്ചാൽ അക്ഷരികമായി മരിച്ചില്ല. അക്ഷരികമായി മരിച്ചില്ല. പക്ഷേ ഒറ്റ കാര്യം സംഭവിച്ചു, ദൈവത്തിൻ്റെ തോട്ടമായ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിപ്പോയി. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് യേശുക്രിസ്തു ഭൂമി വന്നതിന് ശേഷം ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യവും സാത്താന്യ രാജ്യവും ഈ ലോകത്തിലുണ്ട്. ഈ സാത്താന്യ ലോകത്തിൽ കിടന്ന നമ്മളെ അവിടുന്ന് യേശുക്രിസ്തുവിൻ്റെ വചനത്താലും ആത്മാവിനാലും വീണ്ടെടുത്ത് രക്ഷിച്ച് രക്തത്താൽ കഴുകി ദൈവരാജ്യത്തോട്ടാക്കി. പക്ഷേ താമസിക്കുന്ന ഈ ഭൂമി തന്നെയാണ്. അങ്ങനെ ആയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ തെറ്റായ ആത്മാവിൽ ആത്മീകത കാണിച്ചാൽ വലിയ നഷ്ടങ്ങൾ, മരണം വരും. മരണം വരുന്നത് ശരീരത്തിൻ്റെ മരണം പിന്നീട് പ്രായമായിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ആത്മീകമായി മരണം സംഭവിക്കും. ഇന്ന് പല സഭകളിലും ഇന്ന് പോകുന്നത്, സത്യസന്ധമായി പറഞ്ഞാൽ ഇറങ്ങിപ്പോയില്ലേ, ആയിരുന്ന പൗരോഹിത്യ മതങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോന്നല്ലോ. തിരിച്ചു പോകാൻ പറ്റുമോ? മതപരമായ കാര്യങ്ങൾ നടക്കണ്ടേ, കല്യാണം അടക്കം നടക്കണ്ടേ? അതുകൊണ്ട് ചുമ്മാ അങ്ങ് പോയി ഒരു മൂല കുത്തി ഇരുന്നേക്കാം, ഒരു കുഴപ്പമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, അങ്ങനെ പോയി ഇരിക്കുന്നതിനകത്ത് കുഴപ്പമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ അവിടെ കേൾക്കുന്ന വാക്കുകൾ അവരിൽ പരിശുദ്ധാത്മാവല്ല എന്നതുകൊണ്ട് ആ വാക്കുകൾക്കകത്തൂടെ ദുരാത്മാവിൻ്റെ ശക്തി, ദുരാത്മാവ് തന്നെ കാറ്റായി വന്ന് ഈ കേൾക്കുന്നവൻ്റെ ഉള്ളിൽ കയറും. കേൾക്കുന്നവൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ ഈ പോയി ചുമ്മാ അവിടെ പോയിരുന്ന് ഉറങ്ങിയാൽ പോലും അതിനകത്തൊരു കുഴപ്പമുണ്ട്. കാരണം ആത്മാവിൻ്റെ വ്യാപാരം ഈ വാക്കുകളിൽ കൂടെ കാറ്റുകളായിട്ട് വരും. അത് വന്ന് അകത്ത് കയറും. അത് കയറുന്നതിൻ്റെ കുഴപ്പം എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഉദാഹരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ അനന്യാസിൻ്റെ സഫീറുടെയും തന്നെ നോക്കി, അവർ പ്രസംഗം കേട്ടിട്ടുണ്ട്, അവർ സ്നാനപ്പെട്ടിട്ടുണ്ട്, അവർ സഭയിൽ പോയിട്ടുണ്ട്, അവർ വസ്തു അതിൻ്റെ പേര് വിറ്റു, അപ്പസ്തോലന്മാരുടെ കാക്ക വെച്ചു, എന്നിട്ടും വീണിയെത്തു. അവർ വിറ്റതിൽ ഒരു ഭാഗം അവർക്ക് വേണ്ടി മാറ്റി വെച്ചു, ഒരു വീതം സഭയിൽ കൊണ്ടുവന്നു. ഒരു വീതം ദൈവത്തിന്, ഒരു വീതം അവർക്ക്. അപ്പസ്തോലപ്രവൃത്തി 5:1-2 വായിച്ച അപ്പസ്തോലപ്രവൃത്തി 5:1-2. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷനും തന്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടുകൂടെ വിലയിൽ കുറെ എടുത്തു വെച്ച ശേഷം ഒരു ഭാഗം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. ഒരു ഭാഗം തങ്ങൾക്കായി മാറ്റി വെച്ചു, ഒരു ഭാഗം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെയും കാക്ക വെച്ചു. അതായത് ഇന്നും ദശാംശമൊക്കെ ഇങ്ങനെയാണ്. ദശാംശം ഇപ്പം നല്ലൊരു ശതമാനം ആളുകളും ധരിക്കുന്നത് ദശാംശം ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇവന്മാരൊന്നും ശരിയല്ലാത്തതുകൊണ്ട് കൊടുക്കണ്ട. പക്ഷെ ദൈവം പറഞ്ഞത് ഇവന്മാർ ശരിയല്ലാത്തത് കൊണ്ട് കൊടുക്കണ്ട എന്നല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ഇത് കൊടുക്കണം. പക്ഷേ ഈ പോകുന്ന സ്ഥലം ശരിയല്ലെന്ന് ആളുകൾക്ക് അറിയുകയും ചെയ്യാം. പോകുന്ന സ്ഥലം ശരിയല്ലാത്തത് കൊണ്ടല്ലേ പൗരോഹിത്യ മതത്തിൽ നിന്ന് വെളിയിലിറങ്ങിയത്. പൗരോഹിത്യ മതത്തിൽ നിന്ന് വെളിയിലിറങ്ങാൻ നേരത്ത് അത്രയും ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളും സംവിധാനങ്ങളും സെമിത്തേരികളും സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നത് വിട്ടിറങ്ങാനുള്ള ധൈര്യം ഇന്ന് ഈ ഉണക്ക സഭകൾ വിട്ടിറങ്ങാൻ ഇവർക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇല്ലെന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലും വന്ന് കൂടിയെടുത്ത് അവർ പറയൂ എല്ലാം കണക്കാന്നേ, എവിടെയുണ്ട് നല്ലത്, ആരുണ്ട് കൊള്ളാവുന്നത്, എന്നാത്തിന് കൊള്ളാം, ഇറങ്ങിയും പോയി തിരിച്ചു പോകാനും പറ്റുമോ, എവിടെയെങ്കിലും ഒരു കൂട്ടം വേണ്ടേ. കർത്താവ് വരുന്നത് വരെ നിൽക്കാനുള്ള നഗരങ്ങൾ ഇവിടെ ഉണ്ട്, സഭകളുണ്ട്. ചിലപ്പോൾ ചെറുതായിരിക്കും, അന്നേരം അവർക്ക് കെട്ടിടം കാണുകയില്ലായിരിക്കും, ചിലപ്പോൾ അവർക്ക് സെമിത്തേരി കാണുകയില്ലായിരിക്കും. പക്ഷേ ഈ അടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ സഭ, ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. കേരള ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യ ശരീരം മരിച്ചിടത്ത് ഒരിടത്തും വെച്ചിട്ടില്ല. അത് മനസ്സിലാകണമെങ്കിൽ, അതിൻ്റെ ബോധ്യം ഉള്ളിൽ കയറണമെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്തുണ്ടാവണം. പരിശുദ്ധാത്മാവ് അകത്തില്ലെങ്കിൽ ഇത് മനസ്സിലാക്കില്ല. ഞാനൊരു ദേവദാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാം, ആദ്യം നീ മരിക്കുക, നിന്നെ ഞാൻ അടക്കിക്കോളാം, ആദ്യം നീ മരിക്കുക. ഇവിടെ പിന്നെ ഈ പറയുന്നവർക്കൊരു കാര്യം അറിയാം, അവർ ഈ മരിച്ചു കിടക്കുന്നതുകൊണ്ടാണല്ലോ ഈ ചുമ്മാ പോയിരുന്ന് കേൾക്കുന്നത്. ശരിയല്ലാത്തത് പോയിരുന്ന് കേൾക്കുന്നത് മരിച്ചു കിടക്കുക.
അപ്പം വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും ഉരുണ്ട് വീട് മരിക്കാത്തത് എന്നാന്ന് ചോദിച്ചാൽ ഈ സഭ ശൂന്യമായി പോകണ്ടെന്ന് ദൈവം ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായി അറിയാത്തവരുടെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കുഴപ്പമുണ്ട്, ഒരു മാറ്റവും വേണ്ട, കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ 100% വചനവുമായിട്ട് ഒത്തുവരുന്നതായിരിക്കണം. അപ്പം നമ്മളിത് കേൾക്കുന്നവർ അന്നന്ന് പോയിരുന്ന് നോക്കണം, ഇത് ശരിയാണോ. ഈ വചനത്തിൻ്റെ ഉപദേശം നമുക്കും അറിയാമായിരിക്കണം. ഈ ഉപദേശം നമുക്കറിയാമെങ്കിൽ, ഇത് മതം പഠിപ്പിച്ച ഉപദേശമല്ല, വചനം പഠിപ്പിച്ച ഉപദേശം നമുക്കറിയാമെങ്കിൽ ഒരുത്തൻ്റെ റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടാണ് തിരിയുന്നതെന്ന്. ഇപ്പം നമുക്ക് ഉദാഹരണം പറയാം. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിന് നമ്മൾ യാത്ര ചെയ്യാൻ പോവുക. നമുക്ക് ആ റൂട്ടല്ല അറിയാമെങ്കിൽ, റൂട്ട് മാറി വണ്ടിക്കാരൻ മാറിയെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാകും കാര്യം തെറ്റ് വന്നു. ഇപ്പം നല്ലൊരു ശതമാനം വിശ്വാസിക്കും ഈ റൂട്ട് അറിയത്തില്ല. ആ മിന്നെ കിടന്ന് ഒച്ച വെക്കുന്നവൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോവുക. കേട്ടിട്ടില്ലേ, മുമ്പേ ഗമിക്കുന്ന ഗോവിൻ്റെ പിമ്പേ പോകുന്നു ഗോക്കളെല്ലാം. ഒരുത്തൻ മുന്നേ കിടന്ന് ചാടുന്നു, അയ്യോ അമ്പോ എന്ന് വെക്കുന്ന ആ കൂട്ടത്തിൽ അങ്ങ് പോകുന്നു. അങ്ങനെ പോകുന്നവർ ലക്ഷ്യത്തിലെത്തുകയില്ല എന്നതാണ് കാര്യം. അതുകൊണ്ട് കുറച്ച് ദൈവത്തിനും കുറച്ച് തനിക്കുമായിട്ട് നിൽക്കുന്നവനൊന്നും അവസാനം നിത്യത പോലും എത്തുകയില്ല എന്നുള്ള കാര്യം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, സമയത്തിനായി, സാഹചര്യത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ കുറച്ച് ദൈവത്തിന് കുറച്ച് ഞങ്ങൾക്ക് എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്തതിനാൽ, കർത്താവേ, ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ ഉപദേശത്തിലും ദൈവത്തിൻ്റെ റൂട്ടിലും ഞങ്ങൾ മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.